कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो ഭാഗവത കഥകൾ 190. പാണ്ഡവരുടെയും കൗരവരുടെയും യുദ്ധത്തിൽ ഒരു ഭാഗത്തും നിലയുറപ്പിക്കാൻ കഴിയാതെ ബലരാമൻ തീർത്ഥയാത്രയ്ക്ക് പോയിരുന്നു. എന്നാൽ മടക്കയാത്രയിൽ നാരദമുനിയിൽ നിന്നും ദുര്യോധനനും ഭീമനും തമ്മിലുള്ള അവസാന പോരാട്ടത്തെക്കുറിച്ച് അറിഞ്ഞ ബലരാമൻ അവിടെയെത്തി. തുല്യശക്തരുടെ പോരാട്ടമായിരുന്നു അത്. ചെറുപ്പകാലം മുതൽ ഭീമന്റെയും ദുര്യോധനന്റെയും ഉള്ളിൽ ഉരുക്കൂടിയിരുന്ന വൈരം കടിഞ്ഞാൺ പൊട്ടി യുദ്ധഭൂമിയിൽ നിറഞ്ഞു. അതുല്യമായ അഭ്യാസനശേഷിയുള്ള ദുര്യോധനന്റെ മികവിൽ ഭീമൻ പെട്ടുപോകുമോ എന്ന സംശയത്താലാവാം കൃഷ്ണൻ സ്വന്തം തുടയിൽ മൃദുവായി തട്ടി. ഗൂഢാർത്ഥത്തിൽ പാർത്ഥനെ ഒളികണ്ണിട്ടു. പെട്ടെന്ന് ഭീമശപഥവും പാഞ്ചാലിയുടെ ശാപവും ഭീമന്റെയും അർജുനന്റെയുമൊക്കെ ഓർമ്മയിൽ എത്തി. പണ്ട് കള്ളച്ചൂതിൽ തോറ്റ് പണയമായി മാറിയ ദ്രൗപദിയെ കൗരവരിലെ രണ്ടാമനായ ദുശാസനൻ ഹസ്തിനപുരി രാജസഭയിൽ ഏവരെയും സാക്ഷി നിർത്തി വസ്ത്രാക്ഷേപം നടത്തിയിരുന്നു. രജസ്വലയായിരുന്ന ദ്രൗപദി വരാൻ മടി കാണിച്ചപ്പോൾ ഹീനമായി അധിക്ഷേപിച്ച് പിതാമഹന്മാരും മറ്റു ബന്ധുജനങ്ങളും സന്നിഹിതരായിരുന്ന കുരുസഭാ മണ്ഡപത്തിലേക്ക് മുടിയിൽ പിടിച്ചു വലിച്ച് കൊണ്ടുവന്നു. അങ്ങനെ പാഞ്ചാലി ഒറ്റവസ്ത്രത്തിൽ ചൂളി നിന്നപ്പോൾ ദുര്യോധനൻ തന്റെ ലക്ഷണമൊത്ത തുട പുറത്തു കാട്ടി അവളെ അപമാനിച്ചു. അന്ന് ഭീമൻ ശപഥം ചെയ്തിരുന്നു, ആ തുട പിളർന്ന് താൻ ദുര്യോധനനെ വധിക്കുമെന്ന്. അപ്രകാരം തുട പിളർത്തി ഭീമൻ ദുര്യോധനനെ വധിക്കും എന്ന് പാഞ്ചാലി ശാപവും നൽകിയിരുന്നു. ഇതിനിടയിൽ യുദ്ധരംഗത്ത് ഭീമന്റെ ശക്തമായ താഡനത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിനായി ദുര്യോധനൻ സ്വയം മേൽപോട്ട് ശരീരമുയർത്തി വട്ടത്തിൽ കറങ്ങി. തികഞ്ഞ അഭ്യാസിക്ക് മാത്രം സ്വായത്തമായ ആ പ്രകടനം കണ്ടവരെല്ലാം ദുര്യോധനനെ അഭിനന്ദനം കൊണ്ട് മൂടി. ഭീമന്റെ മാർവിടം ലക്ഷ്യമാക്കിയുള്ള താഡനം ഒഴിവാക്കാൻ ദുര്യോധനൻ മേൽപോട്ട് കുതിച്ച് ഉയർന്നു. കാറ്റിൽ പൊന്തിയ വസ്ത്രത്തിനിടയിലൂടെ ദുര്യോധനന്റെ നഗ്നമായ തുടകൾ ഭീമൻ കണ്ടു. ദ്രൗപദിയുടെ നഗ്നത കണ്ട് താളം പിടിച്ച തുടകൾ. ഇവ താൻ തച്ചുടയ്ക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തിരുന്നു. ആ പ്രതികാര ചിന്തയോടെ ഭീമൻ ദുര്യോധനന്റെ നഗ്നമായ തുടയിൽ ശക്തമായി ഗദകൊണ്ട് പ്രഹരിച്ചു. ഭീമന്റെ ഊക്കേറിയ പ്രഹരമേറ്റ തുട പൊട്ടി ദുര്യോധനൻ ഭൂമിയിൽ വീണു. തുടയിൽ നിന്ന് രക്തം വാർന്നൊഴുകി. ദ്വന്ദ്വയുദ്ധത്തിൽ അരയ്ക്ക് താഴോട്ട് പ്രഹരിക്കുന്നത് നിയമലംഘനമാണ്. സർവരും അതുകണ്ട് ഞെട്ടി. പക്ഷേ അങ്കക്കലി ബാധിച്ച ഭീമനെ ഇതൊന്നും ബാധകമായിരുന്നില്ല. വീണുകിടന്ന ദുര്യോധനനരികിലേക്ക് ഭീമൻ അലർച്ചയോടെ പാഞ്ഞെടുത്തു. ദുര്യോധനന്റെ ശിരസിൽ ഭീമൻ ആഞ്ഞു ചവിട്ടി. പിന്നീട് ഭീമൻ പൂർവ്വവൈര്യത്തോടെ ഇങ്ങനെ അലറി, ദുര്യോധന, നീ ചെയ്ത ചതിയൊന്നും ഞാൻ മറന്നിട്ടില്ല. ഓരോ ചതിയും എണ്ണി എണ്ണി അലറിക്കൊണ്ട് ഭീമൻ യുദ്ധക്കലിയോടെ വീണുകിടക്കുന്ന ദുര്യോധനനെ വീണ്ടും ചവിട്ടാൻ കാൽ പൊക്കി. എന്നാൽ യുധിഷ്ഠിരൻ കൈകൊണ്ട് വിലക്കി അത് തടഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, അരുത്, അടങ്ങൂ ഭീമ. യുദ്ധക്കളത്തിൽ വീണുപോയ ഇദ്ദേഹത്തെ നീ വീണ്ടും അപമാനിക്കുന്നത് ധർമ്മലംഘനമാണ്. അത് ഞാൻ അനുവദിക്കില്ല. ഇത് കേട്ടിട്ടും കോപം കൊണ്ട് ജ്വലിച്ചു നിൽക്കുന്ന ഭീമൻ 10 ദിക്കും നടുങ്ങുമാറ് അലറി. തന്റെ പ്രിയ ശിഷ്യന്റെ ദാരുണമായ പതനത്തിൽ ബലരാമൻ അത്യധികം കുപിതനായി. അദ്ദേഹം സദസ്സിൽ നിന്നും ചാടി എഴുന്നേറ്റ് ഉച്ചത്തിൽ ഇപ്രകാരം ഗർജിച്ചു, സദസ്യരെ, നിങ്ങൾ കണ്ടില്ലേ, ഇത് അധർമ്മമാണ്. ദ്വന്ദ്വയുദ്ധത്തിൽ അരയ്ക്കു മുകളിലേക്ക് താടനം പാടുള്ളൂ. ഈ വിധം ധർമ്മധ്വംസനം കാട്ടിയ ഭീമനെ ഞാൻ വെറുതെ വിടില്ല. ഉടൻ ഇവനെ ഞാൻ വധിക്കുന്നുണ്ട്. ഇപ്രകാരം അലറി തന്റെ ആയുധമായ കലപ്പ ഓങ്ങി ഭീമനു നേരെ പാഞ്ഞ ബലരാമനെ കൃഷ്ണൻ ആയുധത്തോടെ ശക്തമായി പുറകോട്ട് വലിച്ചു. ജ്യേഷ്ഠ, ധർമ്മലംഘനത്തെക്കുറിച്ചെല്ലാം അറിയുന്ന അങ്ങീത് ചെയ്യരുതെന്ന് ഞാൻ അപേക്ഷിക്കുന്നു.
ഇത് ദുര്യോധനൻ തന്റെ ദുഷ്കർമ്മങ്ങൾ കൊണ്ട് നേടിയ പാപങ്ങളുടെ ഫലമാണ്. ഭീമൻ തന്റെ ശപഥം പാലിക്കുക മാത്രമാണ് ചെയ്തത്. പതിവ്രതയായ പാഞ്ചാലിയെ അപമാനിക്കാനായി ദുര്യോധനൻ തന്റെ തുടകൾ നഗ്നമാക്കിയ നിമിഷം ഈ വിധി അടയാളപ്പെടുത്തപ്പെട്ടതാണ്. തന്റെ ഈ ലക്ഷണമൊത്ത തുടകളിൽ വലിയ അഭിമാനമുണ്ടായിരുന്നു ദുര്യോധനന്. പാഞ്ചാലിയുടെ ശാപം പോരാഞ്ഞെ മൈത്രേയൻ എന്ന മുനിയുടെ ശാപവും ദുര്യോധനൻ ഏറ്റുവാങ്ങിയിരുന്നു. ഒരിക്കൽ ദുര്യോധനനെ ഉപദേശിക്കാൻ ചെന്ന മുനിക്ക് ചെവി കൊടുക്കാതെ ആരാധ്യനായ മുനിയെ അപമാനിക്കും മട്ടിൽ തുടയിൽ താളം പിടിച്ചു നിന്ന ഇയാളുടെ തുട ഭീമനാൽ തച്ചുടയ്ക്കുമെന്ന് മൈത്രേയൻ ശപിച്ചിരുന്നു. ഇതെല്ലാം കേട്ടിട്ടും ബലരാമൻ വീണ്ടും ക്രുദ്ധനാകാൻ തുടങ്ങിയപ്പോൾ കൃഷ്ണൻ അദ്ദേഹത്തെ സ്വശരീരത്തോട് ചേർത്ത് ആശ്ലേഷിച്ചു. കൃഷ്ണോക്തികളിലെ സാരം ഉൾക്കൊള്ളാൻ ആ സ്പർശത്തിലൂടെ ബലരാമന് കഴിഞ്ഞു. വീണുകിടക്കുന്ന ദുര്യോധനനെ ഏറെ ദൈന്യതയോടെ കടാക്ഷിച്ചുകൊണ്ട് ബലരാമൻ വേഗത്തിൽ തിരിഞ്ഞു നടന്നു. അപ്പോഴും കലിയിറങ്ങാതെ നിൽക്കുന്ന ഭീമസേനന്റെ അരികിലേക്ക് ശ്രീകൃഷ്ണൻ തന്റെ ശാന്ത മന്ദസ്മിതത്തോടെ ചെന്നു. ഭഗവാന്റെ സാമീപ്യത്തിൽ ആളിക്കത്തുന്ന കാട്ടുതീ മഴ പെയ്ത് അണഞ്ഞു പോവുമ്പോലെ ഭീമന്റെ കോപം അലിഞ്ഞു. അങ്ങനെ സംഭവിച്ചതെല്ലാം വിധിയാണെന്ന് സമാധാനിച്ച് ബലരാമൻ പുണ്യഭൂമിയായ നൈമിഷാരണ്യത്തിലേക്ക് തന്നെ മടങ്ങിപ്പോയി. എല്ലാ തീർത്ഥങ്ങളിലും സ്നാനം ചെയ്ത് വിശുദ്ധനായി വന്നിരിക്കുന്ന യജ്ഞമൂർത്തിയായ ബലരാമനെക്കൊണ്ട് മുനിമാർ പല യജ്ഞങ്ങളും യജിച്ചു. സന്തുഷ്ടനായ ബലരാമൻ ആത്മാവിൽ വിശ്വത്തെയും വിശ്വത്തിൽ ആത്മാവിനെയും ദർശിക്കാൻ കഴിയുന്ന വിശുദ്ധ ജ്ഞാനത്തെ മുനിമാർക്ക് ഉപദേശിച്ചു കൊടുത്തു. ഈ കഥ കേട്ടപ്പോൾ പരീക്ഷിത് മഹാരാജാവ് ഇങ്ങനെ പറഞ്ഞു: അല്ലയോ മഹാമുനെ, അത്ഭുത പരാക്രമിയായ ശ്രീകൃഷ്ണന്റെ ധീരചരിത്രങ്ങൾ ഇനിയും കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. വിഷയസുഖങ്ങളിൽ മുഴുകി നാനാ ദുഃഖങ്ങളെ അനുഭവിക്കുന്ന ഒരുവനെ ഭഗവാന്റെ ദിവ്യചരിത്രമാവും ഏറ്റവും നല്ലത്. അദ്ദേഹത്തിന്റെ കീർത്തിയെ വാഴ്ത്തുന്ന കഥകൾ ഇനിയും എനിക്ക് പറഞ്ഞു തന്നാലും. ഇപ്രകാരമുള്ള പരീക്ഷത്തിന്റെ വാക്കുകൾ കേട്ട് ശ്രീ ശുകമുനി പുതിയൊരു കഥ പറഞ്ഞു തുടങ്ങി. മഹാരാജാവേ, ഭഗവാനെ സാന്ദീപനി ആശ്രമത്തിൽ തന്റെ സതീർത്ഥ്യനായി കുചേലൻ എന്നൊരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. ഇന്ദ്രിയ നിഗ്രഹം ചെയ്തവനും സൽഗുണസമ്പന്നനും ശാന്തനും ദാരിദ്ര്യത്തിലും സന്തുഷ്ടനായിരുന്ന കുചേല ബ്രാഹ്മണൻ യൗവനത്തിലെ തുടക്കത്തിൽ ഒരു ബ്രാഹ്മണ കന്യകയെ പരിഗ്രഹിച്ചു. വിശപ്പുകൊണ്ട് കൃശയായ അവളെ എല്ലാവരും ക്ഷുൽക്ഷാമ എന്നാണ് വിളിച്ചിരുന്നത്. ദാരിദ്ര്യം മൂലം വിളറി വെളുത്ത ശരീരത്തോടുകൂടിയ അവൾ ഒരു നാൾ ഇപ്രകാരം പറഞ്ഞു: മഹാത്മാവേ, ലക്ഷ്മീപതിയായ ശ്രീകൃഷ്ണൻ ബ്രാഹ്മണജനങ്ങളുടെ രക്ഷകനും കൂടിയാണ്. അദ്ദേഹം അങ്ങയുടെ സതീർത്ഥ്യൻ കൂടിയാണല്ലോ. അദ്ദേഹത്തെ ഒന്നു ചെന്ന് കണ്ട് നമ്മുടെ ഈ അവസ്ഥ പറഞ്ഞാൽ ഈ ദാരിദ്ര്യമെല്ലാം അവസാനിക്കുകയില്ലേ? കേൾക്കുന്നവർക്കെല്ലാം പുണ്യം ലഭിക്കുമെന്ന വിശേഷണത്തോടെ ശ്രീ ശുകൻ പറഞ്ഞ കഥ നാളെ.